ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലവും ഞങ്ങൾക്ക് ഒരുക്കി തന്ന സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഈ എക്സോഡസ് മീഡിയയിലൂടെ കർത്താവിന്റെ നാമത്തെ വാഴ്ത്തുവാൻ, പാടുവാൻ, ആരാധിപ്പാൻ ദൈവം ഒരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം പറയുന്നത് പോലെ, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം വചനം പറയുന്നത് പോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോടൊപ്പം ഉള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന അനേകര് ലോകത്തിന്റെ വിഭിന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നു. അവരെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവരെ ദൈവം ഹല്ലേലൂയ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം കർത്താവ് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് സഹായിക്കേണ്ടതിനായി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഒരു പാട്ടുപാടി ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇപ്രകാരം പാട്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടുവാൻ നമുക്ക് കാരണമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയരത്തിലേക്ക് കടന്നുപോയി. ഇപ്രകാരം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഉയരത്തിലേക്ക് പോയി, വീണ്ടും നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആരാധിപ്പാൻ കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ നമുക്ക് ഏറെ കാരണമുണ്ട്, നമ്മുടെ കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ പാടുവാൻ കർത്താവ് ഒരുക്കട്ടെ. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഉയരില്ല ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതില്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഒറ്റൊരു മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും.
ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പാടുവാൻ, നമുക്ക് പ്രാർത്ഥിപ്പാൻ, നമുക്ക് ആരാധിപ്പാൻ ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് പാടുവാൻ കാരണമുണ്ട്, നമുക്ക് ആരാധിപ്പാൻ കാരണമുണ്ട്. കാലുകളേറെ വഴുതി പോയാലും ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ വീഴുവാൻ അനുവദിക്കാതെ വണ്ണം നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉറ്റവർ നമ്മെ തള്ളി പറയട്ടെ, ഹല്ലേലൂയ, ബന്ധുക്കൾ നമ്മളെ തള്ളിക്കളയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ചാർച്ചക്കാർ നമ്മളെ തള്ളിക്കളയട്ടെ, എന്നാൽ തള്ളിക്കളയാത്ത ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. തന്റെ മാർവോട് ചേർത്തണച്ച് ഹല്ലേലൂയ ഒരു പറ്റതള്ള തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ പാടി ആരാധിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയുള്ള നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയുള്ള നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും.
ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രത്തോളം സമയം ആരാധിപ്പാൻ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദേവദാസന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വഴിത്താരകളിൽ കർത്താവ് വിളിച്ച് നമ്മെ വേർതിരിച്ച് അവന്റെ മാധുര്യമാകുന്നതായ കർത്താവിന്റെ നിത്യസത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നതായ എല്ലാ ഇടങ്ങൾക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം കൂടെ എക്സോഡസ് മീഡിയയും ഞങ്ങളെ സ്നേഹിക്കുകയും ഈ രാത്രിയിൽ ഞങ്ങളുടെ മുൻപിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വരുന്ന ദിവസങ്ങളിൽ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. ഒരു വാക്യം വായിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. 66-ാം സങ്കീർത്തനം 66-ന്റെ 16 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിന്മേൽ ചെയ്തതായ അനവധിയായ നന്മകള് ജീവിതത്തിലുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെയാണ് കടന്നു വന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഓർപ്പിക്കും. ഈ രാത്രികാലവും ആ വേദഭാഗം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ. എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ പ്രാണനെ സൂക്ഷിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 72-ന്റെ 14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും, അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. ആമേൻ. പീഡിപ്പിക്കപ്പെടുന്നവന്റെ കരത്തിൽ നിന്ന് വിടുവിക്കുന്നതായ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ഇപ്രകാരം പ്രാരംഭത്തിൽ ആരംഭിക്കട്ടെ. എന്റെ പേര് ബെന്നി MK. ഇപ്പോൾ ഡൽഹിയിൽ ലാജ്വന്തി ഗാർഡൻ എന്നുള്ളതായ സ്ഥലത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് പൂർണ്ണസമയ ശുശ്രൂഷയില് 20 വർഷത്തോളമാകുന്നു. ഭാഗികമായി അതിക്ക് മുമ്പ് ഒരു 8 വർഷത്തോളം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനും കർത്താവ് സഹായിച്ചു. ഞാനൊരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതായ വ്യക്തിയാണ്. എന്റെ ബാല്യകാലം സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഓടി നടന്ന് കളിച്ചും ചിരിച്ചും ഞാൻ വളർത്തപ്പെട്ടു. ചെറുപ്പകാലങ്ങളിൽ സൺഡേ സ്കൂൾ പഠിക്കുവാനും ഒക്കെ അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ അടുത്ത് രുചിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതത്തിൽ ലോകത്തിന്റെ ഇമ്പങ്ങളും മോഹങ്ങളുമായി വളർത്തപ്പെട്ടു. എന്റെ മാതാപിതാക്കൾക്ക് 5 മക്കളാണ്. ഞങ്ങള് 3 സഹോദരന്മാരും 2 സഹോദരിമാരുമാണ്. അതിൽ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാൻ. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണെങ്കിലും വേണ്ടവണ്ണം ആത്മീയമായി ഉന്നതി പ്രാപിച്ച ഒരു കുടുംബമായിരുന്നു എന്ന് പറയുവാൻ കഴിയത്തില്ല. എങ്കിലും ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരായിരുന്നു. മാതാപിതാക്കന്മാർക്ക് ആത്മീയമായി വളരെ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ലെങ്കിലും ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളതായ വസ്തുതകളൊക്കെയും അറിയാമായിരുന്നു. എന്നാൽ കേവലം 10 ക്ലാസ് മാത്രം പഠിച്ചതായ ഞാൻ എന്തെങ്കിലും ഒരു തൊഴിൽ സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ജീവിതം മുൻപോട്ട് കരപിടിപ്പിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ അവിടുന്ന് ഹൈദരാബാദിലേക്കും തുടർന്ന് ഡൽഹിയിലേക്കും വരുവാനിടയായി തീർന്നു. എന്റെ ജീവിതം ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കും ഒക്കെയും
ശത്രു കൊണ്ടുവന്ന് എത്തിക്കുവാനിടയായി തീർന്നു. നന്നായി ജീവിക്കണമെന്നൊക്കെയും പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാറില്ല. ഒരു നല്ല ജീവിതം നയിക്കുവാൻ പര്യാപ്തമായുള്ള കൂട്ടുകെട്ടുകളായിരുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമായത്. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഡൽഹി പട്ടണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ചെറുപ്പം മുതൽ കണ്ടും കേട്ടും പഠിച്ചും ആരാധിച്ചും വന്നതായ സഭ ലഭിക്കായകയാൽ ഞങ്ങളെ അന്വേഷിച്ച് ഈ പട്ടണത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് തിരക്കി വന്നതായ ഒരു പെന്തക്കോസ് പാസ്റ്റർ പല പ്രാവശ്യം വന്ന് ആരാധനയ്ക്ക് വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആരാധനയ്ക്ക് കടന്നുപോയി. അദ്ദേഹത്തിന്റെ മുഖത്തെ ലജ്ജിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ ഏറ്റവും പുറകിലിരിക്കും. അവരെ പോലെ കൈയും ഒന്നും കൊട്ടത്തില്ല, അല്ലെങ്കിൽ അവരെ പോലെ അവർ കാണിക്കുന്ന പോലെ ഒന്നും ഞാൻ കാണിക്കത്തില്ല. പിന്നെ വചനം കേൾക്കാം, പാട്ട് പാടാം എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയി ഇരുന്നു. അത് ആ ദൈവദാസനെ ലജ്ജിപ്പിക്കരുത് എന്ന് കരുതിക്കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം പോയി, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, മടങ്ങി വന്നു. പിന്നെ പല ആഴ്ചകളിലായി ദൈവദാസൻ കടന്നൊന്ന് വിളിക്കുമ്പോൾ ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പോയി. അങ്ങനെ ആ ദൈവദാസന്റെ നിർബന്ധം പോലും അദ്ദേഹത്തിന്റെ ചിരിച്ചുകൊണ്ടുള്ളതായ ഇടപെടലുകളും എങ്ങനെയൊക്കെയോ ഹൃദയത്തെ വശീകരിക്കുന്നതായ നിലയിൽ ഞാൻ കടന്നുപോയി. ആ സമയത്ത് പല നിലകളില് ദുഷ്ടൻ പലരിലൂടെയും പ്രവർത്തിക്കുന്നതും അതിൽ നിന്നൊരു വിടുതലിനു വേണ്ടി ദൈവസഭ ശക്തമായിരുന്ന് പ്രാർത്ഥിക്കുന്നതും കാണുവാനിടയായി തീർന്നു. ആ സമയത്ത് വാസ്തവമായി ഇവരുടെ ഇടയിൽ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുമെങ്കിൽ വാസ്തവത്തിൽ ഇവരുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും എന്നുള്ളതായ ഒരു തീരുമാനം എന്റെ ഹൃദയത്തിനകത്ത് വന്നു. അങ്ങനെ അവിടെ നടക്കുന്നതായ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ വിടുതലിന് വേണ്ടി, സാത്താനിക ശക്തികളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതെന്തായി തീരുമെന്ന് കാണുവാൻ വേണ്ടി ഞാനും അവധിയെടുത്ത് അവിടെ ആയിരിക്കാനിടയായി തീർന്നു. അങ്ങനെ അനേക ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിരന്തരം ജീവിതത്തിൽ പോരാടി വന്നിരുന്ന ചില ശക്തികളിൽ നിന്ന് ദൈവം ചില വ്യക്തികൾക്ക് വിടുതൽ കൊടുത്തപ്പോൾ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ എൻ്റെ ഇളയ സഹോദരി എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. താൻ 2 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ താല്പര്യമുള്ളപ്പോൾ തന്നെ ഭവനത്തിൽ നിന്ന് അതിനുള്ളതായ അനുവാദം ലഭിക്കായകയാൽ പോകാതെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ നിന്നും എന്നെ ദൈവം തട്ടി മാറ്റി ദൈവത്തോട് അടുപ്പിക്കുന്നതായ ഒരു തലം എനിക്ക് അനുഭവിച്ചറിയുവാനും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതായ ബോധ്യതയും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ നാട് വിട്ട് ഡൽഹി പട്ടണത്തിൽ വന്ന് ഏകദേശം 23-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ തക്കനിടയായി തീർന്നു. എന്നാൽ അതിക്ക് മുമ്പ് യേശുവിനെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്റെ 14-ാമത്തെ വയസ്സിൽ യേശുവിന് വേണ്ടി ഞാൻ ഹൃദയം കൊടുത്തു. പക്ഷെ എനിക്ക് ജീവിക്കുവാൻ സാധ്യമായിരുന്നില്ല. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആത്മാവിലും സത്യത്തിലും ജീവിക്കുന്ന ജനത്തിന്റെ മധ്യ വെച്ചായിരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വാസ്തവമായിട്ട് ഞാൻ ദൈവത്തെ രുചിച്ചറിയുവാനും എന്റെ ഹൃദയം 23-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ വരുമ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വിളി എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, കർത്താവേ, എന്നെ പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കരുത്. ഞാൻ ദൈവദാസന്റെ കൂടെ ഹൗസ് വിസിറ്റിംഗ് ചെയ്യാം, സഭയിലുള്ള കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, എന്നാൽ എന്നെ പൂർണ്ണമായും വിളിക്കരുത്, എനിക്കതിന് സാധിക്കത്തില്ല എന്ന് ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് പറയാറുണ്ടായിരുന്നു. എന്നാൽ അനേകരുടെ വാക്കിനാലും മാത്രമല്ല ഏത് പ്രവാചകൻ ദൈവസഭയ്ക്കകത്ത് വന്നാലും ഏറ്റവും പുറകിലിരിക്കുന്നതായ എന്റെ മേലെ കൈ ചൂണ്ടി എന്റെ മേൽ കൈവച്ചിട്ട് ഇപ്രകാരം പറയും,
നീ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കേണ്ട വ്യക്തിയാണ്. ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു 10 പ്രാവശ്യമല്ല, അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ കേട്ടു. എന്നാൽ ഞാൻ ആയിരിക്കുന്നതായി വിശ്വാസ പശ്ചാത്തലത്തിൽ എന്റെ ഭവനത്തിൽ നിന്ന് ആരുമില്ലാത്തതിനാലും എന്നെ പ്രോത്സാഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്നെ ആ നിലയിൽ എന്നെ വഴികാട്ടുവാനോ എന്റെ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ നിന്ന് ആരുമില്ലാത്തതിനാല് എനിക്ക് പോകാൻ താല്പര്യമില്ലാതെ ഞാൻ ഒരു 8 വർഷം മുൻപോട്ട് ജീവിതം തള്ളി നീക്കി. ആ സമയത്ത് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനും ദൈവസഭയുടെ സകല കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടെ നിൽപ്പാനും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി തന്നു. എന്നാൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളുണ്ടായി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളരെ മ്ലേച്ഛകരമായ കൂട്ടുകെട്ടുകള്, ഒരു യൗവനക്കാരനായിരിക്കുന്നതായ ഞാൻ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ പാപത്തിന്റെ വഴികളിൽ എത്തിച്ചേരാമോ ആ തലത്തിലെല്ലാം എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ വ്യഭിചാരവും മയക്കുമരുന്നും ഒഴികെ ആ 2 കാര്യത്തിൽ മാത്രം ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അതൊഴികെ സകലത്തിലും ഞാൻ പാപത്താൽ പരീക്ഷിക്കപ്പെട്ടതും പാപത്തിൽ അകപ്പെട്ടതുമായ ഒരു വ്യക്തിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്താലും ദയയാലും അതിലും മരണകരമായ പാപങ്ങളുടെ വക്കിലൂടെ അല്ലെങ്കിൽ അതിനകത്ത് കൈകൊടുത്ത് ഞാൻ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ രക്തത്തിന്റെ കറ എന്റെ കൈമേൽ പറ്റാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ കാത്ത പരിപാലിപ്പാനിടയായിത്തീർന്നു. 93 രക്ഷിക്കപ്പെടുകയും 9-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഒരു പ്രാവശ്യം ഏറ്റുപറഞ്ഞിട്ടാണ് നാമധേയ ക്രൈസ്തവ സഭയിൽ തളിച്ചുള്ളതായ സ്നാനമേറ്റത്. എന്നാൽ ശരിയായ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞപ്പോൾ സ്നാനം ഒരിക്കൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു സ്നാനം ആവശ്യമാണോ എന്നുള്ളത് ഒരു ചോദ്യം എന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ദൈവദാസന്മാരോട് പലപ്പോഴും ആർഗ്യുമെന്റ് ചെയ്ത് യേശുവിനെ സ്വീകരിച്ചിട്ടാണ് സ്നാനപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഒരു പ്രാവശ്യം ദൈവം എന്നോട് പ്രകാരം ചോദിച്ചു. എന്റെ ചോദ്യങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഉത്തരം തരാൻ കഴിയാതിരുന്നപ്പോഴും അവര് പ്രാർത്ഥിച്ച് കടന്നുപോകും. വിശ്വാസത്തിൽ എനിക്ക് ആ സമയത്ത് ആ വിഷയത്തിന്മേൽ ഉറയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം എന്നോട് നേരിട്ട് ഇടപെടുവാനിടയായിത്തീർന്നു. കർത്താവ് ഇത്രയും ചോദിച്ചു, മോനെ, ഞാൻ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു, യോർദാനില് യോഹന്നാന്റെ കൈക്കീഴെ മുങ്ങിയാണ് സ്നാനപ്പെട്ടത്. കർത്താവിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ തളിച്ചാണ് സ്നാനപ്പെട്ടത്. ആ ഒറ്റ ഒരു കാര്യത്തിനകത്ത് ഞാൻ ദൈവസന്നിധിയില് സമർപ്പിക്കപ്പെടേണ്ടി വന്നു. അങ്ങനെ പൂർണ്ണ നിമജ്ഞന സ്നാനമേൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി തന്നു. തുടർന്ന് 2 വർഷം ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിന്റെ നിറവ് 1997 പ്രാപിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ പ്രാരംഭ സമയം ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 8 വർഷത്തോളം തള്ളി നീക്കുകയും അപ്പോൾ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ദൈവദാസനോടുകൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് എന്റെ വിശ്വാസത്തിന്റെ പ്രാരംഭ ചുവടുവെപ്പ്. അതിനുശേഷം എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായി. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയും, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്, നീ എന്റെ വചനവുമായി നിൽക്കേണ്ട വ്യക്തിയാണ്. ആ സമയത്തൊക്കെ ഞാൻ വാവിട്ട് കരയും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുവാൻ കൈ കഴുകി ഞാൻ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ സുവിശേഷ വേല ചെയ്യേണ്ടവനാണ്. അവസാനം എനിക്ക് ഇപ്രകാരം തോന്നി, ഞാൻ ഒന്നെങ്കിൽ ഒരു അപകടത്തിലൂടെ അതല്ലെങ്കിൽ ഒരു മാനസികമായി തകർന്ന് ഒരു വ്യക്തിയെ പോലെ ഞാൻ അലയേണ്ടതായിട്ട് വരും. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഈ സാഹചര്യത്തിൽ തന്നെ വിവാഹ കാര്യത്തിന് വേണ്ടി പല പ്രാവശ്യം ആലോചിച്ചെങ്കിലും അത് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് മടങ്ങി ഞാൻ ആയിരുന്ന പഴയ തലത്തിലേക്ക് ചെല്ലണമെന്ന് എന്റെ ഭവനക്കാർ ആഗ്രഹിക്കുകയും ആ നിലകളിൽ ഒരു സുവിശേഷ വേല ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ ഏകദേശം 8ഓളം വിവാഹാല ആലോചനകൾ ജീവിതത്തിൽ വന്നു. അതെല്ലാം ഞാൻ എന്റെ ഭവനത്തിലേക്ക് ഫോർവേഡ് ചെയ്തു. എന്നാൽ അവരാഗ്രഹിച്ചു ഞാൻ മടങ്ങി ചെല്ലണമെന്ന്. അങ്ങനെ പല നിലകളിൽ ആ 8 വിവാഹ ആലോചനകളും
ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. അടുത്തൊരു 9ാമത്തെ ആലോചന വന്നപ്പോൾ ഇനി ആരുടെയും സഹായം തേടത്തില്ല. ഇനി വരുന്നതായി വിവാഹം. പെൺകുട്ടിക്ക് സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, യാതൊരു കാര്യങ്ങളും പിന്നാമ്പുറങ്ങൾ ചോദിക്കാതെയും അന്വേഷിക്കാതെയും ഇനി അങ്ങനെ ഒരു വിവാഹം, എന്റെ മുമ്പിൽ വരുന്നതായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നുള്ളതായ തീരുമാനമെടുത്ത് ചില ദൈവദാസന്മാർ മുഖാന്തരം ആലോചിച്ച ഒരു വിവാഹാലോചന ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രാരംഭത്തിൽ എന്റെ ബന്ധുമിത്രാദികളോ ആരും സഹകരിക്കാത്തതായ അനുഭവത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ അവസാനം വളരെ ചുരുക്കമായി ഞാൻ പറയട്ടെ, എല്ലാവരുടെയും സഹകരണത്താലും ഞാനെടുത്ത ചുവടുകളിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത വന്നപ്പോൾ എങ്ങനെയെങ്കിലും വിവാഹം നടന്നു പോകണമെന്നുള്ള ആഗ്രഹത്തോടെ വിവാഹം നടക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ഏറ്റവും സൗഭാഗ്യകരമായ അനുഭവങ്ങളിൽ ഒന്നായി അത് മാറി. അതിനുശേഷം എനിക്ക് മൂത്ത ഒരു മോളുണ്ടായി. ആ മോൾ ഉണ്ടായതിനു ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായും വേർതിരിയപ്പെടണം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതായ ചെറിയ ജോലി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അത് റിസൈൻ ചെയ്ത് അവിടുന്ന് ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് കമ്പനിയുടെ മാലിക് ഇപ്രകാരം ചോദിച്ചു, ഈ 10ാം തീയതി നീ ശമ്പളം വാങ്ങുന്നു, അടുത്ത 10ാം തീയതി നീ എന്തു ചെയ്യും? നിനക്ക് നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുവാണ്ടൊക്കെ വേണം കഴിയുമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, നോക്കുക, ഈ വയറുന്ന ദൈവമാണ് എനിക്ക് വാ തന്നത്. ഈ വാ തന്ന ദൈവം അതിനകത്തേക്ക് നൽകി തരുവാനുള്ളതും നൽകി തരുമെന്ന് പറയുവാനിടയായി തീർന്നു. അവസാന ഇപ്രകാരം ആ വ്യക്തി പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് ഏത് സമയത്ത് നിനക്ക് വേണ്ടി കമ്പനി തുറന്നിരിക്കും, വന്ന് ജോലി ചെയ്യുവാൻ തക്കവണ്ണം നിനക്ക് അവസരമുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, അത് അന്നേരത്ത് നോക്കാമെന്ന്. ഞാൻ പറയട്ടെ, ഏകദേശം ഇന്നേക്ക് 24 വർഷങ്ങളായി ജോലി വിട്ടിട്ട് സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ പോലും പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടതായി വന്നിട്ടില്ല. അങ്ങനെ പഠിച്ചിറങ്ങി ഞാനായിരുന്ന ദൈവസഭയിൽ മടങ്ങി വരികയും അവിടുന്ന് തന്നെ ഒരു ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനത്തിലേക്ക് ഇവിടെ തീഹാർ ജയിലിനടുത്ത് ആക്കുവാൻ ഇവിടെയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ എന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതായ സമയത്ത് എനിക്ക് ഒരിക്കലും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ വളരെ ഉത്സാഹിയും എല്ലാ നിലയിലുള്ളതായ ജോലിയും ചെയ്യാൻ വളരെ താല്പര്യമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഹെൽപ്പറായി ആരംഭിച്ച് ഒരു ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷന്റെ ഫിറ്ററായി അവിടുന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഒരു സ്ക്രൂവിന്റെ ത്രെഡ് റോളിംഗ് മാച്ചിനിങ്ങിന്റെ ഒരു വർക്കറായി മാറുവാനിടയായി തീർന്നു. എന്നാൽ ആ സമയത്താണ് ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 3 വർഷം പെരുമ്പാവൂരിൽ കീഴിലം പെനിയൽ ബൈബിൾ സെമിനാരിൽ വചനം പഠിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡൽഹിയിൽ വന്നു. ഞാനും ഭാര്യയും എൻ്റെ മൂത്ത വൈതലുമായി ഇവിടെ വന്ന് ചെറിയ പ്രവർത്തനത്തിലായിരിക്കാനിടയായി തീർന്നു. ഏകദേശം 3 മാസം കഴിയുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കുഞ്ഞ് അതേ വൈഫിന്റെ ഗർഭപാത്രത്തിലുണ്ട് എന്നറിയുവാനിടയായി തീർന്നു. ചില ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചുമയും ശ്വാസം മുട്ട പ്രയാസങ്ങൾ കഠിനമായി അനുഭവിച്ചു. ആ സമയത്ത് ചികിത്സിക്കുവാൻ നിവൃത്തിയില്ല. ജീവിതത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ലഭിച്ചതായ പണം ബൈബിൾ കോളേജിൽ പഠിക്കുന്നതായ കാലഘട്ടത്തിലും അത് തുടർന്നുള്ളതായ നാളുകളിലും ചിലവിട്ട് ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ പത്രോസിന്റെ പടവും വള്ളവും ശൂന്യമായതുപോലെ ഒരു ശൂന്യമായ അനുഭവത്തിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. ആ കാലഘട്ടത്തിൽ ഭാര്യയ്ക്ക് ശക്തമായ ചുമയും പ്രയാസങ്ങളും വന്നു. ഡൽഹിയിൽ ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി അവളുടെ സ്വന്തം ഭവനത്തിലേക്ക് അവളുടെ പിതാവ് വിളിക്കുവാനും അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ TB അസുഖമാണെന്ന് അറിയുവാനിടയായി തീർന്നു. ട്യൂബർകുലോസിസ്. ഡോക്ടർ പ്രകാരം പറഞ്ഞു, ഇപ്പോൾ ഗർഭത്തിൽ കുഞ്ഞ് ഏകദേശം 5 മാസമായി.
ഒന്നുകിൽ ഈ കുഞ്ഞിനെ ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീയെ ലഭിക്കും. ഒന്നെങ്കിൽ സ്ത്രീയെ ലഭിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ ലഭിക്കും. ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഡോക്ടർമാർ അതിന് തയ്യാറാകാതെ ഇരുന്നു. 2 മാസം കൂടെ തള്ളി നീക്കി. ഒരു 7 മാസം പിന്നിട്ടു. 7 മാസം പിന്നിടുന്ന മുമ്പ് തന്നെ വളരെ പ്രതികൂലം നേരിട്ടപ്പോൾ എൻ്റെ ഭാര്യ പിതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മകളെ ആവശ്യമാണ്. മറ്റുള്ളവർ പറഞ്ഞു, എൻ്റെ മരുമകന് എൻ്റെ മകളെങ്കിലും എനിക്ക് തിരിച്ചു കൊടുക്കണം, ഡോക്ടർ എങ്ങനെയെങ്കിലും ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനുവാദത്തോടുകൂടെ അത് ഡോക്ടർമാര് എഴുതി ഒപ്പുവെച്ചു കൊടുത്തതിനാൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ഏകദേശം 1.5 മാസം തികയുന്നതിന് മുമ്പ് തന്നെ, അതായത് 8-ാം മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം BP ശരീരത്തിൽ കൂടി, ശരീരം തളർന്നു, ശരീരത്തിൽ ബലമില്ലാത്ത അവസ്ഥയായി, വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയി. പെട്ടെന്ന് ഡെലിവറി നടക്കുവാനിടയായി തീർന്നു. കുഞ്ഞിന് ശ്വാസമില്ല. ഡോക്ടർമാർ ചെക്ക് ചെയ്ത് ഈ കുഞ്ഞിന് ജീവനില്ല എന്ന് പറയുവാനിടയായി തീർന്നു. മരിച്ച കുഞ്ഞിനെ മാറ്റിയിടുന്ന പോലെ നഴ്സറിയിൽ മാറ്റിയിടുവാനിടയായി തീർന്നു. എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞ എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുഞ്ഞിനെ കാണുവാനായി പെരുമ്പാവൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് യാത്ര ചെയ്തു. ജനിച്ച കുഞ്ഞ് മരിച്ചതായി ഡോക്ടർ അറിവ് കൊടുത്തെങ്കിലും എൻ്റെ മാതാവോ സഹോദരിയോ ഇതറിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ പിതാവും മാതാവും എൻ്റെ വൈഫിൻ്റെ മൂത്ത സഹോദരിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് IPCയിലെ പാസ്റ്ററാണ്. അവര് 4 പേരും എൻ്റെ മൂത്ത പൈതലിനെയും കരം പിടിച്ചു നിന്ന് പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അവിടെ മറവ് ചെയ്യുവാൻ ആഗ്രഹിച്ചോ, കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടതായ പൈതല് ഏകദേശം 4.5 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടതായ കുഞ്ഞിന്റെ ചെറുവിരലുകൾ അനങ്ങുവാൻ തുടങ്ങിയ ഒരു നേഴ്സ് കണ്ട് ഓടി വന്ന ഡോക്ടറിനോട് പറഞ്ഞ്, ഡോക്ടർ പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും. വീണ്ടും ഈ സഹോദരി ശ്രദ്ധിക്കുമ്പോൾ ചെറുവിരൽ അനങ്ങുന്നത് പോലെ തോന്നി. ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് കുഞ്ഞിനെ തട്ടിയും മുട്ടിയും അത് നോക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ അകത്ത് ജീവനുണ്ട് എന്ന്. അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ദൈവം മടക്കി തരുവാനിടയായി തീർന്നു. ഇന്ന് ആ കുഞ്ഞിന് ഏകദേശം 19 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. BSc നഴ്സിംഗിന് വേണ്ടി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാല്, മരണത്തിന്റെ കണികളിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നീ ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയാലും നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. എന്റെ ഭാര്യയെയും എനിക്ക് സൗഖ്യത്തോടെ മടക്കി തരുവാനിടയായിത്തീർന്നു. മാത്രമല്ല, ചില നാളുകൾ മുൻപോട്ട് പോയി അനൊരത്ഭുതകരമായ അതിന് ചേർന്നൊരു സാക്ഷ്യം കൂടെ പറയട്ടെ. 3 സാക്ഷ്യങ്ങളാണ് ഞാൻ ചേർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് എന്റെ കുഞ്ഞ് അലലിയ വളർന്നു വരുന്നതായ സമയത്ത് ആദ്യം അലലിയ പ്രീമെച്വർ ആയിട്ട് ജനിച്ചതായ കുഞ്ഞാണ്. 9 മാസം തികയുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ വേലി കൊള്ളിക്കരുത്, തണുപ്പടിപ്പിക്കരുത്, ഇതിന് മേൽ വെള്ളം വീഴരുത്, ഇതിനെ വീട്ടില് എങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിനകത്ത് അത് അല്ലെങ്കിൽ ICUയിൽ വെക്കുന്നത് അതുപോലെ വെക്കണം എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ പൈതലിനെ ഒന്ന് കുളിപ്പിച്ചു. അപ്പോൾ തന്നെ അതിന്റെ ശ്വാസം നിന്നുപോയി. അവിടെ നിന്ന് പെട്ടെന്ന് പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും ആലലിയ ദൈവത്തിന്റെ കരുണയാല് ആ പൈതൽ രണ്ടാമതും വീണ്ടും ആലലിയ ശ്വാസം കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ ജീവിതത്തിലിടയായി. തുടർന്ന് ആലലൂയ ഞാൻ പറയട്ടെ, ഈ പൈതങ്ങൾ വളർന്നു വരുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും മുലപ്പാല് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയില്ലായിരുന്നു. കാരണം അത് എൻ്റെ ഭാര്യയ്ക്ക് മുലപ്പാൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളും ഒരിക്കലും മുലപ്പാല് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കുടിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, എങ്കിലും ആരോഗ്യത്തോടും ആയുസ്സോടും 2 കുഞ്ഞുങ്ങളെയും ദൈവം വളർത്തുവാനിടയായിത്തീർന്നു. ഇന്ന് മൂത്ത പൈതല് BTech കഴിഞ്ഞ് MBAക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. 2 പേരും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് അത് അല്പം ദൈവദാസന്മാരെ സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും അത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇളയ കുഞ്ഞ് ഉണ്ടായി ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായി തീർന്നു.
നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമുക്കറിയാമല്ലോ, പുല്ലരി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരും. ഒരു സമയമായപ്പോൾ മാതാപിതാക്കന്മാരായ ഞങ്ങൾ വളരെ ഭാരങ്ങളിലൂടെ കടന്നുപോയി. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇളയ പൈതലിന് പുല്ല് അരച്ച് കൊടുക്കും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാ സമയത്തും ഇത് തന്നെ കൊടുക്കും. കുഞ്ഞ് ഒരു കവിള കുടിച്ചതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഛർദ്ദിക്കും. പിന്നെയും തളർന്നു കിടക്കും. പിന്നെയും അത് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ കടന്നുപോയി. ആ സമയത്തൊക്കെ ഞങ്ങള് ഭാര്യയും ഭർത്താവും ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഒരു നേരം ഞങ്ങൾക്ക് ആഹാരം കഴിക്കുവാൻ ആ സമയത്തുണ്ട്, തീരെ ഇല്ലാതെ വന്നിട്ടില്ല. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പ്രായമുള്ള സമയമല്ല. ആ സമയത്ത് വളരെ ദൈവത്തിന്റെ കരുതൽ ഞങ്ങളോട് കൊണ്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ പറയട്ടെ, ഞങ്ങളെ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവമേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം, ആത്മാക്കളെ നൽകി തരണം, നിന്റെ കരുണ കർത്താവ് കാണിക്കണം. അങ്ങനെ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 7-ാം ദിവസമായി ആരാധന കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥന സമീപിക്കുമ്പോൾ ഞാൻ ആരാധനാലയത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു സന്ധ്യാസമയത്ത് വാതിക്കല് ഗേറ്റില് ഒരു മുട്ട് കേൾക്കാം. അങ്ങനെ മുട്ടുന്ന ആ സമയത്ത് 2 സ്ത്രീകള് താഴെ വന്നിട്ടുണ്ട്. അവര് ചോദിച്ചു, പാസ്റ്റർ ബെന്നി താമസിക്കുന്ന ഭവനം ഇതാണോ? ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, എനിക്ക് അത്ര പരിചയം പോരാ, സന്ധ്യ ഇരുട്ടി, മുഖം വ്യക്തമല്ല. ആലയിൽ ചെന്നതായ സമയത്ത് ചോദിച്ചു, കഴിഞ്ഞ 3 ദിവസമായി ഒരു അമ്മാമ്മയോട് ദൈവം പ്രാർത്ഥനയിൽ സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. ബെന്നി എന്ന് പറയുന്ന പാസ്റ്ററിന് ആവശ്യമുള്ള അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക. ആ സഹോദരി വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ഒരു ദൈവദാസനെ അറിയത്തില്ല. 2 ദിവസം വീണ്ടും പ്രാർത്ഥിച്ചു. 3-ാം ദിവസം വീണ്ടും ദൈവം പറഞ്ഞു, അവർക്ക് ആവശ്യമുള്ളതായ സാധനം വാങ്ങി കൊടുക്കണം. എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അന്നേരത്തെ പറയാം, അവർ പലരോട് സംസാരിച്ചു, പല വ്യക്തികളോട് സംസാരിച്ചു. ഞാനിവിടെ വന്നിട്ട് എല്ലാവരും എന്നെ അറിയുന്ന സമയമല്ല ആ സമയത്ത്. അങ്ങനെ പല സഹോദരിമാരോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സഭയിൽ കൂടിക്കൊണ്ടിരുന്നായ ഒരു സഹോദരിയെ കാണുവാനും അവരോട് ദൈവം കാണിച്ചതായ കാര്യം, അല്ലെങ്കിൽ ദൈവം സംസാരിച്ചതായ കാര്യത്തോട് സംസാരിച്ചു. പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവദാസനെ അറിയാം, ലാജവന്തിയിലാണ് താമസിക്കുന്നത്. ആ ദൈവദാസനെ ഞങ്ങളുടെ ഒരു ദൈവദാസനാണെന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ആന്റി, ഞാൻ പറയട്ടെ, ഏകദേശം 3 മാസം ജീവിക്കുവാൻ ആവശ്യമുള്ളതായ എല്ലാവിധ അരി, ആട്ട, പഞ്ചസാര, തേയില, അങ്ങനെ ഒരു ഭവനത്തിലേക്ക് വേണ്ടതായ എല്ലാ ഐറ്റംസും വാങ്ങിച്ചുകൊണ്ട് 2 സൈക്കിൾ നിറയെ സാധനങ്ങൾ കൊണ്ടുവന്ന് താഴെ ഇറക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം മുകളിലേക്ക് എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാനും കൂടെ സഹായിച്ച് എല്ലാ സാധനവും മേളിൽ എടുത്തു വെച്ചു. അന്നേരത്താണ് ആന്റി പ്രകാരം പറഞ്ഞത്, കഴിഞ്ഞ 3 ദിവസം മുമ്പ് പോലെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആദ്യമായിട്ട് അവർക്കൊരു ചായ ഇട്ട് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അവര് വേണ്ടതായ പാല്, കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റിന് വേണ്ടതായ കാര്യങ്ങള്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങള്, ഇതെല്ലാമായിട്ട് കടന്നു വരുവാനിടയായിത്തീർന്നു. അന്നാദ്യമായിട്ട് എന്റെ ഭാര്യ എന്നോട് പ്രകാരം പറഞ്ഞു, അച്ചായ, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഏലിയാവിന്റെ ദൈവം വന്നു മാത്രമല്ല, ഇന്നും ആ ദൈവം ജീവിക്കുന്നു. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വഴിയിൽ വിട്ടുകളയുന്ന ദൈവമല്ല. അവൻ മാറാതെ നമ്മോട് കൂടി ഇരുന്ന് നമ്മുടെ പ്രാണനെ കാത്ത് സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 88-ന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ ചേർന്ന് പറയട്ടെ, അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞ് 2009 ഡിസംബർ മാസം 22-ാം തീയതി ഹല്ലേലൂയ, ഒരു ക്രിസ്മസ് പ്രോഗ്രാം എന്റെ എന്റെ ഒരു കൂട്ടു ദൈവദാസൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്ത് ക്രമീകരിച്ചിരുന്നു. ഇവിടുന്ന് അവിടം വരെ എത്തണമെങ്കിൽ ഏകദേശം 2 ബസ് മാറിക്കയറി ഇറങ്ങണം. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷ വിളിക്കണം. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ദൈവദാസനെ കാണാൻ ഇവിടെ വന്നിരുന്നു. ആ ദൈവദാസൻ, ഞങ്ങൾ 2 പേര് ഇരുന്ന് ആഹാരം കഴിച്ചു. ആ ദൈവദാസൻ ഒരു മീറ്റിംഗിന്റെ നോട്ടീസ് തരാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ അങ്ങനെ 2 ദൈവദാസന്മാരെ ചേർന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്ത്
നജവഗഡ് എന്ന് പറയുന്നതായ സ്ഥലത്ത് ക്രിസ്മസ് പ്രോഗ്രാം സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ പാസ്റ്റർ രേഹു എബ്രഹാം പാസ്റ്ററാണ് അത് ക്രമീകരിക്കുന്നത്. ഞങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് കടന്നുപോയി. അങ്ങനെ റോട്ടിൽ ചെന്ന് ഇറങ്ങി ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോൾ ഏകദേശം ഒരു 10-30 പേർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 2 ദൈവദാസന്മാര്, എന്റെ കൂടെ ഒരു ദൈവദാസനും കൂടെ ഉണ്ട്. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ആളുകളെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ അവരെ പിന്നിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. ഹലോ, ഇതിരാവോ എന്ന് പറഞ്ഞു വിളിച്ചു. അങ്ങനെ ഇവിടെ വരാൻ പറഞ്ഞു വിളിച്ചു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഞാൻ എന്റെ കൂടെയുള്ള ദൈവദാസനോട് പറഞ്ഞു, നമ്മുടെ ആൾക്കാരല്ല, നമുക്ക് അങ്ങ് പോയേക്കാം. വീണ്ടും മുൻപോട്ട് 2 ചുവട് വെക്കുമ്പോൾ ശക്തമായിട്ട് വിളിച്ചു, ഹേയ് ഇതിരാവ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടെ ചുറ്റും വന്ന് ഇവരെ നിൽക്കുവാനിടയായി തീർന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുക? ഞാൻ പറഞ്ഞു, ക്രിസ്മസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുക. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? ഞാൻ പറഞ്ഞു, ലാജോന്തിയിൽ നിന്ന് വരുന്നവരാണ്. ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ബൈബിളാണ്. എന്റെ ബായിക തുറന്ന് കാണിക്കേണ്ടി വന്നു. നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പേര് ബെന്നി എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെയുള്ള ദേവദാസനോട് ചോദിച്ചു, നിന്റെ പേരെന്തുവാന്ന് പറഞ്ഞു. ചെറിയാൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, നിന്റെ പേര് കേട്ടിട്ട് നീ മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സോറി, അല്ല, ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതായ വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു, നിങ്ങൾ മതപരിവർത്തനം നടത്തുവാനാണ് ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാം നടത്തുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അല്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഇവിടുന്ന് തിരിച്ചു പോകാൻ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. എന്നാൽ തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ച് 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുമ്പോൾ ഞങ്ങളെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നാ പോയേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി ചോദിച്ചു, അങ്ങനെ അങ്ങ് പോകുന്ന എങ്ങനെയാ? ഞങ്ങൾ ഇതിനകത്തൊന്ന് കൈയിടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഏകദേശം 20-30 ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഒരു വ്യക്തി ഒരു കൊടി ചുരുട്ടി റൗണ്ടായിട്ട് കെട്ടിയിട്ടുണ്ട്. മുടി ഇവിടം വരെ വളർത്തിയിട്ടുണ്ട്. എല്ലാവരും ജിമ്മിലോ മറ്റോ പോകുന്നതായ ആളുകളെ പോലെ തോന്നും. എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് നിൽക്ക്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യപ്പെട്ടു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ സഹോദരൻ, ഞങ്ങളെ അങ്ങോട്ട് വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ മുടി നീട്ടി വളർത്തിയായ മനുഷ്യൻ, നിന്റെ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞ് കാലെടുത്ത് എന്റെ നെഞ്ചിനെ ചവിട്ടുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു 6 അടിയോളം തെറിച്ച് എന്ന് മലന്ന് വീഴുവാനിടയായി തീർന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ എന്റെ നെഞ്ചിനെ ശക്തമായിട്ട് ചവിട്ടി. ഞാൻ അതുപോലെ തന്നെ വീണ്ടും പുറകിലേക്ക് വീഴുവാനിടയായി തീർന്നു. ആ സമയത്ത് എന്റെ കൂടെയുള്ളതായ ദൈവദാസൻ പറഞ്ഞു, ഭായ്യവും ഇങ്ങനെ ഉപദ്രവിച്ചാൽ ഇവന്റെ കാര്യം എന്തായി തീരും? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്, ഇതിന്റെ കാര്യം എന്തായി തീരുമെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ കരം 2 കൈമിട്ടിട്ട് മുട്ടുകാലിന് അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് താങ്ങി. ആ ദൈവദാസൻ അയ്യോ ഐസ ബോൽക്കര അതേ താഴേക്ക് വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീണ്ടും അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ 3-4 പേര് കൂടി അടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. താഴെ വീണതായി എന്നെ വീണ്ടും എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ വളരെ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതായ സമയത്ത് 3ാമത് പിന്നിൽ നിന്ന് ഇവര് റൗണ്ട് ചെയ്ത് നിന്നിട്ട് എന്റെ നട്ടലിനെ ചവിട്ടുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, 2 പ്രാവശ്യം എന്റെ നെഞ്ചിനെ ചവിട്ടി ഞാൻ പുറകോട്ട് വീണപ്പോഴും എനിക്ക് കാര്യമായ പ്രയാസമുണ്ടായില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ധൈര്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പേടിപ്പിച്ചിട്ട് വിടാനാണെന്ന്. 2ാമതും ദൈവാത്മാവ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 അടി തന്നിട്ട് വിടുവാനായിരിക്കും എന്ന്. എന്നാൽ ആ സമയത്ത് എന്റെ നട്ടലിനെ താങ്ങി നിർത്തുന്ന കശേരികളും പെട്ടെന്ന് ഇതുപോലെ മടങ്ങുവാനിടയായിത്തീർന്നു. അങ്ങനെ മടങ്ങി എന്നെ ആദ്യം ചവിട്ടിയതായ ആ അജാനബാഹുവായ വ്യക്തിയുടെ തോളിലേക്ക് ഞാൻ വീഴുമ്പോൾ അദ്ദേഹം എന്നെ ഇവിടെ പിടിച്ചതിന് ശേഷം എന്നെ തൂക്കി പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അദ്ദേഹം ശക്തമായി എന്റെ മുഖത്തേക്ക് ഇടിക്കുവാനിടയായിത്തീർന്നു. എന്റെ ഈ കണ്ണിന്റെ മേളിലുള്ളതായ എല്ലിനോട് ചേർന്ന് ഈ കോണില് ഇടികിട്ടി. ആ എല്ല് പൊട്ടലുണ്ടാകുവാൻ, അവിടെ ചോട്ടുണ്ടാകുവാനിടയായിത്തീർന്നു. ഇപ്പോഴും ഈ കണ്ണട ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോൾ അവിടെ ആ എല്ല് തടിച്ചു നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രിയമുള്ളവരെ, അവിടുന്ന് വീണ്ടും എന്നെ അതേ തന്നെ പിടിച്ച ആ കരങ്ങളുണ്ട് എന്റെ താടിയെല്ലിന്റെ സൈഡിൽ ഇടിക്കുവാനിടയായിത്തീർന്നു. മുഖത്തിടിച്ചതാണ് ഈ സൈഡിൽ ഇടി കൊണ്ടു. എന്റെ വാ തുറന്നാൽ അടയ്ക്കുവാൻ കഴിയത്തില്ല, അടച്ചാൽ തുറക്കുവാൻ കഴിയത്തില്ല. അത് ഏകദേശം 1.5 മാസം അതുപോലെയുള്ള അനുഭവങ്ങളായിരുന്നു.
ഇവിടെ ഇടികൊണ്ട് ചതു വന്നിട്ട് ഒരു ഞരമ്പിനകത്തൂടെ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഡ്രോപ്പായി വീഴുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരുന്നു. എന്റെ മുഖം ഹല്ലേലൂയ ഒരു മനുഷ്യന് നോക്കുവാൻ കഴിയാത്ത അനുഭവത്തിലായി. മൂന്നാമത് എന്നെ ഒരു ഇടി കൂടെ ഇടിച്ചു. അത് എന്റെ കറക്റ്റ് മൂക്കിന് നേരെയാണ് ഇടിച്ച്. എന്നാൽ ഒരു ഇഞ്ച് അത് മാറി ഈ മൂക്കിന്റെ ഇവിടുന്ന് എന്റെ ഈ ഭാഗത്തായിട്ട് വന്നു കൊണ്ടു. എന്റെ അകത്ത് അത് പൊട്ടുവാനിടയായി തീർന്നു. അതിനുശേഷം എന്നെ താഴേക്ക് തള്ളിയിട്ടു. ആ ഇടി കൊണ്ട് ഞാൻ താഴേക്ക് വീണു. ഹല്ലേലൂയ. ഡിസംബർ മാസം 22 എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഏറ്റവും തണുപ്പുള്ളതായ സമയമാണ്. എല്ലാവരും ഷൂ ഇട്ട് എന്നെ ഇവിടുന്ന് തൊഴിക്കും. ഞാൻ ഒരു 3 മറിച്ചിൽ മറിഞ്ഞ് അപ്പുറം ചെന്ന് വീഴും. അവിടെ നിൽക്കുന്ന വ്യക്തി എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത് തൊഴിക്കും. ഞാൻ ഇപ്പുറം വന്ന് വീഴും. എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ എന്റെ പെടലിക്ക് തൊഴിക്കും. ഞാൻ വീണ്ടും താഴെ വീഴും. ഇങ്ങനെ ഹല്ലേലൂയ എന്റെ പുറത്ത് ഹല്ലേലൂയ എന്റെ ശരീരത്ത് ചതവ് ലഭിക്കാത്ത ഭാഗങ്ങൾ ഇന്ന് ഇല്ല. എന്റെ സകലമാന പുറത്തും ഹല്ലേലൂയ അത് തൊഴിയും ചവിട്ടും എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഞാൻ മരണാസനനെ പോലെയായി. എന്റെ ഇവിടെ വായിൽ ഇടി കൊണ്ടത് അതൊരു ഭാഗ്യമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. എന്റെ വായിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വന്നു. എന്റെ മുഖം മുഴുവൻ ബ്ലഡ് ആയി. ആ സമയത്ത് ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവനെ വിട്ടേക്ക്. എന്നാൽ പിന്നെയും ചിലരെ ഉപദ്രവിച്ചു. അവസാനം എനിക്ക് തല പുയക്കുവാൻ കഴിയത്തില്ല. ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതേ സഹോദരന്മാരെ എന്നെ വിടുക വിടുക വിടുക. ആദ്യം 2-3 പ്രാവശ്യം ചവിട്ടിയപ്പോൾ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് അത് സ്വീകരിച്ചു. എന്നാൽ പിന്നത്തെ ഇത്ര മാത്രം പറഞ്ഞു, സഹോദരന്മാരെ എന്നെ വിട്, ഭായി മുझे छोड़ दो എന്ന്. എന്നാൽ ഹല്ലേലൂയ അവസാനം എന്നെ വിട്ട് അവസാനം ആദ്യം പറഞ്ഞ വ്യക്തി അതുകൊണ്ട് ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല, ഇവനെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് തള്ളി മാറ്റുവാനിടയായിത്തീർന്നു. അങ്ങനെ എല്ലാവരും എന്നെ വിട്ടു മാറിയപ്പോൾ ഞാൻ റോഡിൽ വീണ് കിടക്കുന്നു. എന്റെ വായിൽ നിന്ന് ബ്ലഡ് റോഡിൽ വീണിട്ട് അത് മണലിലേക്ക് ഒലിച്ചു പോകുന്നു. ഈ സമയത്ത് ഒരു 4 വീലർ എന്റെ നേരെ കൊണ്ടുവരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇവരെന്റെ മേലെ അത് കയറ്റും, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുവാൻ കഴിയത്തില്ല. ആ സമയത്ത് എന്റെ തൊട്ടടുത്തുകൂടെ ആ 4 വീലർ കടന്നു പോകുമ്പോൾ പറയാണ്, ഇവനെ പിടിച്ചു കയറ്റ എന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ അവർ വിട്ടു. എന്റെ കൂടെയുള്ള ദൈവദാസനെ പിടിച്ചുകൊണ്ടു പോവുകയാണെന്ന് വിചാരിച്ചു. അദ്ദേഹം എന്നെ കൂടെ അല്പം കൂടെ ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പോൾ എനിക്കൊരു മരണവേദന പോലെ ഒരു ഭീതി ഉണ്ടായി. ഞാൻ വളരെ അതിദുഃഖത്തിലായി പോയി. മരിക്കാൻ എനിക്ക് അന്നും പേടിയില്ല, ഇന്നും പേടിയില്ല. എന്നാൽ എന്റെ കൂടെയുള്ള ദൈവദാസനെ എടുത്തുകൊണ്ട് പോയാൽ അത് എവിടെ കൊണ്ടുപോകും, മടക്കി കിട്ടുമോ? ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് വന്നതാണ് എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാകുവാനിടയായി. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മരണത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, സങ്കീർത്തനം 56:6 അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു, എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 33:19 പ്രകാരം പറയുന്നു, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. പ്രിയമുള്ളവരെ, മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ വിചാരിക്കുകയാണ് എന്റെ കൂടെയുള്ള ദൈവദാസനെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം ശബ്ദം നിലച്ചു. ഒരു 4 വീലർ എന്റെ അടുത്തൂടെ കടന്നുപോയി, ഒരു 2 വീലർ എന്റെ അടുത്തൂടെ കടന്നുപോയി. എല്ലാം ശാന്തമായി. ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഒരു പെട്ടെന്ന് 10 വയസ്സുള്ള ഒരു കുഞ്ഞ് എന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്റെ അടുത്തേക്ക് വന്നിട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവദാസനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഹാ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്റെ മുഖത്ത് മണല് പറ്റിയിട്ടുണ്ട്, ബ്ലഡ് ഒഴുകുന്നുണ്ട്, അത്ര ഞാൻ പറഞ്ഞു. അന്നേരത്തെ ആ കുഞ്ഞ് പറയാണ്, പപ്പാ, ഇദ്ദേഹം ഒരു ദൈവദാസനാണ്, ഓടിവാ. ഞാൻ പറയട്ടെ, 1.5 കിലോമീറ്റർ മുമ്പേ തിരിഞ്ഞു പോകേണ്ടതായ ഒരു വിശ്വാസ കുടുംബം. ദൈവത്തിന്റെ ആത്മ പറയാണ്, ഈ വഴി ചെന്നിട്ട് പോകാം. ഈ സംഭവം നടക്കുമ്പോഴെല്ലാം ഏകദേശം 125 പരം ആളുകള് കൂടി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആരും അടുത്തേക്ക് വരുന്നില്ല. കാരണം വളരെ ഭയത്തിലാണ്. എവിടുന്ന് ഒരു വലിയ ഗ്രൂപ്പ് ആളുകൾ വന്നിട്ട് ബജരംഗ് ദള്ളി ആളുകളാണെന്ന് അതെ മനസ്സിലായി. അവരുടെ സംസാരത്തിൽ നിന്നും അവരുടേതായ അതെ കൊടി പോലെയുള്ളതായ സാഹചര്യങ്ങൾ കെട്ടിയിട്ട് അത് പ്രിയമുള്ളവരെ മറ്റേതോ സ്ഥലത്തിനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ കയറിപ്പോയി. എല്ലാവരും കൂടെ കയറിപ്പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നെ ആ വ്യക്തി വന്ന് താങ്ങിയെടുത്ത് ഒരു ബോർഡിനോട് ചേർത്ത് നിർത്തി. ഞാനൊരു കൈ ബോർഡിൽ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കരത്തിലേക്ക് എന്നെ കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ താങ്ങി നിർത്തുക പ്രയാസമായിരുന്നു. എന്നാൽ എനിക്ക് എന്റെ നട്ടലിന് നേരെ നിൽക്കുവാൻ കണ്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഥവാ 5 മിനിറ്റ് മുൻപോട്ട് എടുത്താൽ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. അത് വേഗത്തിൽ ഞാൻ പറയാം. അവിടെ നിൽക്കുമ്പോൾ അത് കുറച്ച് ആളുകൾ എന്റെ അടുത്തേക്ക് വന്നു. അത് നിങ്ങൾ എവിടുത്തുകാരാണ്, എന്തിനാണ്
വന്നത്? ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു ദൈവദാസൻ ഒരു ഗ്ലാസ് വെള്ളം തന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ ദൈവദാസൻ ആദ്യം വെള്ളം തരാൻ വന്നിട്ട് ആ ദൈവദാസനെ തൊഴിച്ച് മൂന്നാമതൊരു ദൈവദാസനായിരുന്നു. രണ്ടാമതൊരു ദൈവദാസൻ ഞാൻ ഇപ്രകാരം ചോദിച്ചു, എന്റെ കൂടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ആ ദൈവദാസൻ എന്തേ? നേരത്തെ ശാന്തമായി നിൽക്ക്, ഇനി ആരും ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, അതല്ല, എന്റെ കൂടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ആ ദൈവദാസൻ എന്തേ? അപ്പൊ പറഞ്ഞു, അതെ, എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതായ ആ സഹോദരി പറയുകയാണ്, എന്റെ ഭർത്താവ് അദ്ദേഹത്തെ ബാത്റൂമിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവദാസനെ അടിച്ച് അദ്ദേഹത്തിന്റെ മുട്ടുകാലിന് അദ്ദേഹത്തെ മുട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ താങ്ങിയപ്പോൾ അത് കഴിച്ചതായ ആഹാരം അല്ലെങ്കിൽ മലം അത് വെളിയിൽ വരുവാനിടയായിത്തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയ വ്യക്തിയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, പല ഭവനത്തില് ഒന്ന് ബാത്റൂമിൽ പോകാൻ ചോദിച്ചിട്ട് അവർ അവസരം കൊടുത്തില്ല, അനുവാദം കൊടുത്തില്ല. അങ്ങനെ മൂന്നാമതൊരു ഭവനത്തിൽ ചോദിച്ച് അവർ പറമ്പിൽ പോവുകയാണ്, വെള്ളം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വെള്ളം വാങ്ങിച്ച് പറമ്പിൽ ബാത്റൂമിൽ പോയി ഹല്ലേലൂയ ആ ജട്ടി വരെയും ഹല്ലേലൂയ കഴുകി ഹല്ലേലൂയ ആ ദൈവദാസൻ മടങ്ങി വരുമ്പോൾ നെറ്റിയിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടു, അത് കരം കൊടുത്തു. ഞാൻ ഇപ്രകാരം അത് മുമ്പിൽ നിന്ന് ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ ദൈവദാസന്മാരാണ്, ഈ സഹോദരന്മാർ എന്തിനാണ് ഉപദ്രവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്നറിയാം, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇറങ്ങി വന്നത് ഹല്ലേലൂയ മനുഷ്യരൂപത്തിൽ ജനമെടുത്ത ദിവസമാണ് ഹല്ലേലൂയ ക്രിസ്മസ് ദിവസം. അത് മാത്രമല്ല, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങളെ കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഞങ്ങൾ ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീരുന്നു. അപ്പോൾ കൂടി നിന്ന് ആളുകൾ ചോദിക്കും, പറയുന്നു, ഹല്ലേലൂയ, എന്തിനാണ് ഇദ്ദേഹത്തെ ഇവരെ ഉപദ്രവിക്കുന്നത്? നമ്മളും പ്രാർത്ഥിക്കുന്നവരല്ലേ, നമ്മളും പൂജ ചെയ്യുന്നവരല്ലേ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വെച്ച് ഇവരെ ഉപദ്രവിക്കരുതായിരുന്നു എന്ന്. പെട്ടെന്ന് ഞങ്ങൾ ഈ ദൈവദാസന്മാർ തമ്മിൽ കണ്ടു, കരം കൊടുത്തു, തമ്മിൽ ഹല്ലേലൂയ കരഞ്ഞു. അതിനുശേഷം ഹല്ലേലൂയ ബ്ലഡ് ഒഴുകുന്നതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ കയറ്റി അവിടെ മരുന്ന് ഒഴിക്കുവാനിടയായിത്തീർന്നു. എനിക്ക് വേദനയ്ക്കുള്ള ഗുളിക തന്നു. എനിക്ക് ഹല്ലേലൂയ ഇരിക്കാൻ തക്കവണ്ണം കഴിയുന്നില്ല. പെട്ടെന്ന് ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്ന ടെന്റിലേക്ക് വിളിച്ച് ദൈവദാസന്മാരെ വിവരം അറിയിച്ചു. അവിടെ നിന്ന് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഒരു ഓട്ടോ വിളിച്ചു തന്നാൽ ഞങ്ങളങ്ങ് മടങ്ങിപ്പോയേക്കാം. ആ സമയത്ത് ഹല്ലേലൂയ ദൈവദാസി പറഞ്ഞു, പോകരുത്, ദൈവദാസന്മാർ ഇവിടെയുണ്ട്, അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാവൂ എന്ന് പറയുവാൻ തക്കവണ്ണം പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. അല്പം സമയം എടുത്തുകൊള്ളാൻ പറയുന്നു. ഞാൻ വേഗത്തിലെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഹല്ലേലൂയ ടെന്റിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരെല്ലാം മെസ്സേജ് തമ്മിൽ കൊടുത്തു. അവിടെ മീറ്റിംഗ് ആരംഭിച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ മീറ്റിംഗ് എല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ചു. 2 ബൈക്ക് വിട്ടു. ദൈവദാസന്മാരെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നെ ഹല്ലേലൂയ അവിടെയുള്ള ഒരു ദൈവദാസന്റെ തോളിലേക്ക് ചാരി കിടത്തി ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയി. എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കുവാൻ കഴിയുന്നില്ല. എന്നെ നിലത്ത് അവിടെ കിടത്തി. മറ്റേ ദൈവദാസൻ കസേരയിൽ ഇരുന്നു. ഉടനെ എന്നെ എടുത്തതായ ഒരു CRP ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ എന്റെ കൂടെയുള്ള ദൈവദാസൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ബെന്നി പാസ്റ്റർ എന്തോ പറയുന്നു അതനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. കാരണം ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. ഞാൻ വിചാരിച്ചു ഒരു ഹല്ലേലൂയ 3-4 ദിവസം കൊണ്ടെല്ലാം ശരിയാകുമെന്ന്. എന്നാൽ എങ്കിലും ഹല്ലേലൂയ ദൈവദാസ് അവിടെ ഞങ്ങൾ എടുത്തതായ CRP ഉദ്യോഗസ്ഥൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അവിടെ 2 പോലീസുകാർ വന്ന് കാര്യങ്ങളെല്ലാം തിരക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല ഹല്ലേലൂയ എന്ന് പറയുവാനിടയായിത്തീർന്നു. എന്റെ കൂടെയുള്ള ദൈവദാസൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഞങ്ങൾ എന്തിനാണ് ഉപദ്രവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റായ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള തെറ്റായ ധാരണയായിരിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഹല്ലേലൂയ പെട്ടെന്ന് പ്രോഗ്രാം എല്ലാം അവസാനിപ്പിച്ച് എന്നെ ഭവനത്തിൽ കൊണ്ടുവന്നാക്കി. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട, കാരണം ഡൽഹിയിൽ ആശുപത്രിയിൽ കയറിയാൽ ഇറങ്ങിപ്പോരാനായിട്ട് ഉള്ള നിവൃത്തിയ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിലെത്തിക്കണം. അങ്ങനെ എന്നെ അന്ന് രാത്രിയിൽ വീട്ടിലെത്തിപ്പാനിടയായിത്തീർന്നു. എന്നാൽ ഹല്ലേലൂയ രാത്രി ആയപ്പോഴേക്കും ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ നേരം വെളുപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്റെ മുഖം മുഴുവൻ നീർക്കോളായിത്തീർന്നു. എനിക്ക് ശലിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലായിത്തീർന്നു. പെട്ടെന്ന് രാവിലെ ദൈവദാസന്മാർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ കണ്ണ് ഹല്ലേലൂയ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിച്ചു. കണ്ണിന് ഹല്ലേലൂയ പുറത്തുള്ളതായ ചതവല്ലാതെ അകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നെ നടുവിന് കൊണ്ടുപോയി ഹല്ലേലൂയ എക്സ്റേ എടുത്തു. കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഒരു ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. എനിക്ക് ഒരു പാന്റ് ഇടുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എനിക്കൊരു ഇന്നർ ഇടുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ഒരു കാല് എനിക്ക് പൊക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എനിക്ക് നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. യാതൊന്നും കഴിയാത്ത അനുഭവങ്ങള്. പിന്നെ ഹല്ലേലൂയ ഡോക്ടർ ഒരു MRI എടുക്കാൻ പറഞ്ഞു, ഒരു CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഹല്ലേലൂയ പറഞ്ഞു,
L5 എന്ന് പറയുന്ന ബോണിന് പൊട്ടലുണ്ട്. 3 മാസത്തെ ബെഡ് റെസ്റ്റ്. ഹല്ലേലൂയ. 1.5 മാസം ഞാൻ വീടിന് വെളിയിൽ പോയിട്ടില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എന്റെ നടുവിന് ഒരു ബെൽറ്റ്. അത് മാത്രമല്ല, എന്റെ നെഞ്ചിന്റെ അകത്തുള്ളതായ എല്ലില് ഡിസോർഡർ വന്നു. അതിന് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു ബെൽറ്റ്, ഒരു തെങ്ങ് വളഞ്ഞു പോയാൽ അതിനെ പിടിച്ചു കെട്ടി നിവർത്തുവാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് ഇടുമ്പോൾ ഇവിടെ ഒരു ബെൽറ്റ്. എന്റെ ഷോൾഡർ ഒരു ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് എന്റെ വലത്തെ കാലില് ഒരു എക്സ്ട്രാ ഒരു 6 mm ഹൈറ്റ് ഉള്ളതായ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ട് ഒരു ചപ്പൽ എനിക്ക് ഉപയോഗിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഷൂ എനിക്ക് ഉപയോഗിക്കണമായിരുന്നു. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഏകദേശം 2.5 വർഷത്തോളം അനേകരുടെ പ്രാർത്ഥനയാലും അനേകരുടെ ദൈവദാസന്മാരുടെ സഹായത്താലും ദൈവം എന്നെ പിന്നെയും എഴുന്നേൽപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞാൻ ബൈബിളിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് വലിച്ചെറിഞ്ഞതായ പൗലോസിനെ പോലെ ദൈവം മനുഷ്യർ മരിച്ചു എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ട് ദൈവം ശക്തി തന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തിയ വ്യക്തിയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നത്. എന്നോടുകൂടെ കഷ്ടം അനുഭവിച്ചതായ ദൈവദാസൻ ചില മാസങ്ങൾക്ക് മുൻപാണ് ഈ ലോകത്ത് നിന്ന് വേർപെട്ടത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഒരുപാട് കഷ്ടം സഹിച്ചു. ആ ദൈവദാസന് വേണമെങ്കിൽ എന്നെ ഇട്ടേച്ച് ഓടിപ്പോകാമായിരുന്നു. എന്നാൽ ഒരു നല്ല ചങ്ങാതിയായി, ഒരു നല്ല സഹോദരനായി എന്നോട് കൂടെ നിന്ന് കഷ്ടം അനുഭവിപ്പാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതായ ജയാളിയായ ഒരു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ, അവൻ ജീവപര്യന്തം നമ്മെ നടത്തുവാനും മരണത്തിന്റെ കണികളിൽ നിന്ന് വിടുവിപ്പാനും കഴിയുന്ന ഒരു ദൈവമാണ്. അതിനുശേഷം ഞാൻ പറയട്ടെ, ഏകദേശം 2.5 വർഷം ചില വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകളോളം പോയി പ്രാർത്ഥിക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. 22ഓളം സ്റ്റേറ്റുകളിൽ പോയി പ്രാർത്ഥിപ്പാൻ ഇനി 6 സ്റ്റേറ്റും കൂടെ എനിക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസം മുമ്പ് ഇന്ത്യയുടെ 4 സോണുകളിൽ പോയിട്ട് ഏകദേശം 13 മെട്രോ സിറ്റികളിൽ പോയി ഈ ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. സമാധാനപരമായ ഒരു ഇലക്ഷൻ ഉണ്ടാകുവാൻ ഞാൻ പറയട്ടെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അവൻ പിന്നിലേക്ക് മാറുന്ന ദൈവമല്ല. അത് നമ്മെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ അത്ഭുതങ്ങളോടെ നടത്തുവാൻ ഇനി ഞാൻ പറയട്ടെ, 100 സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അത് എന്റെ ജീവിതത്തിൽ അത് ഭാഗമായിട്ട് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ. ഓരോ കാര്യങ്ങളും പറഞ്ഞ് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ഇത്രയും കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നും നോർത്ത് ഇന്ത്യയിൽ അനേക ദൈവദാസന്മാര് കഷ്ടം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവസഭകൾ തളർന്നിട്ടില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം എന്റെ സഭയ്ക്ക് ദൈവം ഒരു ഗ്രോത്ത് നൽകി തന്നു. എവിടെ ക്രിസ്മസിന്റെ പ്രോഗ്രാം നടത്തിയോ അവിടെ ഇതുവരെ അന്ന് വരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവിടെ ശരിക്കും ഒരു സഭയായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ആ വർഷം 4 പേര് 4 മാസത്തിനുള്ളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞാൻ അടുത്ത വർഷം 8ലധികം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 2012 ശേഷം ഏകദേശം ഹിന്ദിയിൽ പറഞ്ഞാൽ 106 ഗജ് സ്ഥലം വാങ്ങിച്ചു. അതിനുശേഷം 2014 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ആരാധനാലയം പണിതു. ഇന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ 60ലധികം ആളുകൾ അവിടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും വരുന്നു. അവിടെ ചുറ്റുപാട് അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, എവിടെ നിന്റെ രക്തം വീണിട്ടുണ്ടോ, എവിടെ ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഭിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം ദൈവസഭകൾ വളർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ അതേ ഉത്തര ഭാരതത്തിലേക്ക് ഇനിയും ദൈവദാസന്മാരെ ആവശ്യമുണ്ട്. അനേക ദൈവദാസന്മാർക്ക് ഇനി ശുശ്രൂഷിക്കാൻ അവസരങ്ങളുണ്ട്. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്തതായ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരെ ദൈവത്തിലേക്ക് നയിക്കുവാനുള്ളതായ കർത്തവ്യം, യേശുവിനെ അറിയിക്കുവാനുള്ളതായ കർത്തവ്യവും അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. കഷ്ടമുണ്ട്, പക്ഷേ ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ ധൈര്യം നൽകി തരുന്നതായ ദൈവമാണ്. ഹല്ലേലൂയ. മാത്രമല്ല തീഹാർ ജയിലിന് അകത്ത് പോയി അനേക ഖൈദികളെ അഥവാ കുറ്റവാളികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകി തരുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, 18 വർഷം കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ തീഹാർ ജയിലിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, നീ എന്നെ ഇവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? 18 വർഷം പ്രാർത്ഥിച്ചപ്പോൾ തീഹാർ ജയിലിന്റെ വാതിലുകളെ ദൈവം തുറന്നു നൽകി തരുവാനിടയായിത്തീർന്നു. അനേക കുറ്റവാളികളെ കടന്നു ചെന്ന് കൗൺസിലിംഗ് ചെയ്യുവാൻ 200ലധികം പേർക്ക് സ്വഭാവ രൂപീകരണത്തിന് ക്ലാസുകൾ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരെല്ലാവരും ഹല്ലേലൂയ നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ
ഇതിലധികമായി എനിക്ക് മീഡിയയിലൂടെ പറയുവാൻ കഴിയത്തില്ല. നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇനിയും കർത്താവിന്റെ വയലുകള് ഹല്ലേലൂയ ഉത്തര ഭാരതത്തിൽ നിന്നുകൊണ്ട് ദക്ഷിണ ഭാരതത്തിലേക്ക് നോക്കിയും ഇന്ത്യയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു, കർത്താവിന്റെ വയലിലേക്ക് തന്റെ ദാസന്മാരെ അയക്കേണ്ടതിന് വേണ്ടി അപേക്ഷിപ്പിൻ. പ്രിയമുള്ളവരെ, എന്റെ സാക്ഷ്യം കേൾക്കുന്നവര് ശക്തമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. 143 കോടി ജനം ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ത്യയിലുണ്ട്. അവർ ഹല്ലേലൂയ 10% പേര് പോലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ അവരറിയുവാൻ ദൈവത്തെ അറിഞ്ഞ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഉത്തര ഭാരതത്തിലെ വേലസ്ഥലങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. അതിലേക്ക് നിങ്ങൾ കടന്നു വരിക. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ചുമല് കൊടുക്കുക. ഒന്നിനും കഴിയുന്നില്ലെങ്കിൽ പാതെ പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഞാനിത് പറയുമ്പോൾ UP-യുടെ ജയിലുകളിൽ അനേക ദൈവദാസന്മാർ കിടക്കുന്നുണ്ട്. അവരെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവരെ അവിടെ ഉപയോഗിക്കുവാൻ, മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇന്ന് രാത്രിയില്, നാളെയും മറ്റന്നാളും ഒക്കെയായി എപ്പോഴെല്ലാം ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന ഏവരും ഒരു വാക്കിലെങ്കിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ സാക്ഷികളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഇപ്രകാരം എക്സ്പ്രസ് മീഡിയയിലൂടെ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ അഭിഷിക്തൻ ബാബു മാത്യു പാസ്റ്ററുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ.